സാറേ, പാകിസ്ഥാൻ അടുത്തിടെ ഉണ്ടായ പ്രളയം ആ രാജ്യത്തെ വല്ലാതെ പിടിച്ചുലച്ചു. ഇപ്പോൾ ഈ ലഷ്കർ ഇ തൊയ്ബ വൻതോതിൽ ഈ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിരിക്കുന്നു. അങ്ങനെ സഹായമൊക്കെ ചെയ്യുമോ അവർ? പ്രളയ ദുരിതാശ്വാസം എന്നുള്ള പേരിൽ ലഷ്കർ ഇ തൈബ മുരിദ്കയിൽ അവരുടെ ആസ്ഥാനം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തു. അതെ. ഈ ആസ്ഥാനവും അതിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളും ഒക്കെ ഇപ്പൊ അവര് ഇടിച്ചു നിരപ്പാക്കി JCB കൊണ്ടുവന്നിട്ട്. കാരണം അത് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള കാശ് പിരിക്കാൻ വേണ്ടി അതിന് വെള്ളപ്പൊക്ക ദുരിതാശ്വാസം എന്നുള്ള പേരിൽ പിരിവ് നടത്തുകയാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോ മർക്കസ് തൈബ, അതാണ് ആസ്ഥാനത്തിന്റെ പേര് മുരിദ്കയിൽ. അതാണ് നമ്മൾ തകർത്ത് കളഞ്ഞത്. ഈ മർക്കസ് തൈബ പണിയാൻ വേണ്ടിയിട്ടാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസം എന്നുള്ള പേരിൽ ഇവര് ഓൺലൈനിലൊക്കെ പരസ്യമൊക്കെ ചെയ്ത് പൈസ പിരിക്കുന്നത്. അതായത് ഒരു 1000 രൂപ കിട്ടുക എന്നിരിക്കട്ടെ ഒരാളുടെ കയ്യിൽ നിന്ന്, 850 രൂപ ഈ ഭീകര കേന്ദ്രത്തിന് ഉപയോഗിക്കും, മറ്റേത് 150 രൂപ ദുരിതാശ്വാസത്തിന് ഉപയോഗിക്കും. ഇതാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 7-ാം തീയതി ഇന്ത്യ ഇത് തകർത്തു. അത് കഴിഞ്ഞ് ഈ തകർത്ത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ സർക്കാർ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ കേന്ദ്രം പണിത് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ സ്റ്റേറ്റ് ഫണ്ട്, സർക്കാർ ഫണ്ട്, ഈ IMF പൈസ കൊടുത്തിട്ട് അത് മേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെ. ഈ ചൈനയൊക്കെ മുമ്പ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവൻ എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് രാജ്യം കൊടുത്തു. പിന്നെ ദുരിതാശ്വാസം, റിലീഫ്, ഫ്ലഡ് വിക്ടിംസ്, വെള്ളപ്പൊക്കത്തിൻ്റെ ഇരകൾക്ക് വേണ്ടി നിങ്ങൾ ദുരിതാശ്വാസം, ഭീകര കേന്ദ്രം പണിയാൻ പൈസ തരുമെന്ന് പറഞ്ഞിട്ട് പിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പം അങ്ങനെ ഇവർ ഈ ടെലഗ്രാം പോലെയൊക്കെയുള്ള ചാനലുകൾ വഴി ഗൾഫിൽ നിന്നൊക്കെ പിരിക്കുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിൻ്റെ മറവിലും പിരിവ് നടക്കുന്നു. അതാണ്. അപ്പം നമ്മളെ LET ഹെഡ് ക്വാർട്ടേഴ്സ് അന്ന് ആക്രമിച്ചിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പം അത് ഇടിച്ച് നിരത്തി എന്ന് പുതിയത് പണിയാൻ പോകുന്നു. 3 പ്രധാന കെട്ടിടങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ആക്രമിച്ച് തകർത്തിരുന്നത്. അതിൽ ഒന്ന് ഈ ആസ്ഥാനം, പിന്നെ ഈ കേഡറുകൾ ഉണ്ടല്ലോ, അവരുടെ അക്കോമഡേഷൻ, താമസ സ്ഥലം, ക്വാർട്ടേഴ്സ്, അത്, പിന്നെ ആയുധ സംഭരണി, പിന്നെ പരിശീലനത്തിനുള്ള സ്ഥലം, പരിശീലന കേന്ദ്രം. ഇത് 3ആണ് തകർത്തത്. ഇപ്പം അത് JCB കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തി പുതുതായിട്ട് പണിയാൻ പോകുന്നു. ഓഗസ്റ്റ് 18-ാം തീയതി ഇത് പൊളിക്കാൻ തുടങ്ങിയവർ. എന്നിട്ട് 5 JCBകൾ ഉപയോഗിച്ചു. ഓഗസ്റ്റ് 20-ന് ഉൽ ഖുറ എന്ന് പറഞ്ഞ പരിശീലന സമുച്ചയം ഭാഗികമായിട്ട് നിരത്തി. ഉൽ ഖുറ, അതാണ് പരിശീലന കേന്ദ്രത്തിൻ്റെ പേര്. സെപ്റ്റംബർ 4-ന് ഈ ഇടിച്ചു നിരത്തൽ പൂർത്തിയായി. സെപ്റ്റംബർ 7-ന് ഈ അക്കോമഡേഷൻ ബ്ലോക്ക്, മറ്റേ പാർപ്പിക്കുന്നുണ്ടല്ലോ, അത് ഇടിച്ചു നിരത്തി സെപ്റ്റംബർ 17-ന്. ഇനി ഇത് പണിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് റീബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പാകിസ്ഥാൻ തന്നെ പറഞ്ഞു. 4 കോടി അവിടുത്തെ രൂപ നമ്മുടെ കറൻസിയിലേക്ക് എടുക്കുമ്പോൾ 1.25 കോടി രൂപ ആണ് ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാൻ സർക്കാർ ലഷ്കർ ഇ തൈബയ്ക്ക് കൊടുത്തത്. സാമ്പത്തിക സഹായം. ഇതൊക്കെ പരസ്യമായിട്ട് കൊടുക്കുന്നതാണ്. അത് പോരാ, 15 കോടി രൂപ വേണം. നമ്മുടെ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്ത 4.70 കോടി രൂപ. പാകിസ്ഥാൻ കറൻസി വില കുറവല്ലേ, അപ്പോൾ അത്രയും വേണം. അപ്പോൾ ബാക്കി ഇനി അവിടുത്തെ രൂപ നമ്മൾ പറയുകയാണെങ്കിൽ 11 കോടി രൂപ കൂടി വേണം, അവിടുത്തെ കറൻസി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് റേസിങ്, ദുരിതാശ്വാസം എന്നുള്ള വ്യാജേന ചെയ്യുന്നത്. അപ്പോൾ റിലീഫ് ഫോർ ഫ്ലഡ് വിക്ടിംസ് എന്ന് പറഞ്ഞിട്ട് പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ട്, ഓൺലൈനിലും ഓഫ്ലൈനിലും. റിലീഫ് ഫോർ ഫ്ലഡ് വിക്ടിംസ് നമുക്ക് കൊടുക്കാം ഇതിൻ്റെ കൂടെ. അപ്പോൾ 2005 ഭൂകമ്പം പാകിസ്ഥാനിലും POKയിലും ഉണ്ടായിരുന്നു. ഭൂകമ്പം നശിപ്പിച്ചിരുന്നു. അന്നും ഇതുപോലെ ലഷ്കർ ഇ തൈബ, അന്നതിൻ്റെ പേര് ജമാഅത്ത് ഉദ്ദവ എന്നായിരുന്നു. ലഷ്കർ ഇ തൈബ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല, ഭീകര കേന്ദ്രം എന്നറിയാം.
അപ്പോൾ ഒരു ജീവകാരുണ്യ സംഘടന ഉണ്ടാക്കി. അതാണ് ജമാഅത്തുദ്ധവ. അപ്പോൾ ആ പേരിലാണ് പിരിച്ചത്. 80% അന്ന് പിരിച്ചത് ഭീകര കേന്ദ്രത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത്. അത് ആ ദുരിതാശ്വാസം, ഭൂകമ്പ ദുരിതാശ്വാസം അന്ന്, ഇപ്പോൾ വെള്ളപ്പൊക്കം, അന്ന് കോട്ട്ലി മർക്കസ് അബ്ബാസ് പണിതു. ഇങ്ങനെ ഭൂകമ്പ ദുരിതാശ്വാസത്തിന് പൈസ പിരിച്ചിട്ട് അത് നമ്മൾ ഇത്തവണ വ്യോമസേന തകർത്ത് കളഞ്ഞു കോട്ട്ലിയിലെ. അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഉണ്ടല്ലോ, പട്ടാളം, ഇവരാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളത്. ഇവരുടെ കൂടെ പോയിട്ട് ലഷ്കർ പ്രവർത്തകർ പടം എടുക്കും. എന്നിട്ട് ഞങ്ങൾ ദുരിതാശ്വാസ രംഗത്ത് നിങ്ങൾ സംഭാവന തരൂ എന്നാണ് പരസ്യം. ഇതിൻ്റെ മേൽനോട്ടം മർക്കസ് തൈബയുടെ ഡയറക്ടർ മൗലാന അബു സർ, ചീഫ് ട്രെയിനർ ഉസ്താദുൽ മുജാഹിദ്ദീൻ, കമാൻഡർ യൂനുസ് ഷാ ബുഖാരി, ഈ 3 പേർക്കുമാണ് ഈ ദുരിതാശ്വാസ പിരിവിൻ്റെ മേൽനോട്ടം. കേഡറുകളുടെ പരിശീലനം, താമസം, ബഹവൽപൂരിൽ ഇത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ തകർത്ത് കഴിഞ്ഞപ്പോൾ ഇതെവിടെയെങ്കിലും ഇത് ഭീകര പ്രവർത്തനം തുടരണമല്ലോ, അതല്ലേ ഉപജീവന മാർഗം. കേഡറിൻ്റെ പരിശീലനം, താമസം എന്നിവ ബഹവൽപൂരിലെ മർക്കസ് അക്സയിലേക്ക് മാറ്റി താൽക്കാലികമായിട്ട്. ജൂലൈയിൽ അത് കസൂർ ജില്ലയിലെ പട്ടോക്കിയിലെ മർക്കസ് യാർമുക്കിലേക്ക് മാറ്റി. ഇപ്പോൾ യാർമുക്കിലാണ് ഈ പരിശീലനം നടക്കുന്നത്. ഇപ്പോൾ സംഭാവന പിരിക്കുന്നു. ഈ ദുരിതാശ്വാസം ചെറിയ വസ്തുക്കൾ ഒക്കെ ആണ് ഈ സംഭാവന കൊടുക്കുന്നത് ദുരിതാശ്വാസം എന്നുള്ള നിലയ്ക്ക്. ബാക്കി ഭീകര കേന്ദ്രത്തിനാണ്. 2026 അടുത്ത കൊല്ലം ഫെബ്രുവരി 5-ാം തീയതി, എല്ലാ കൊല്ലവും ഈ ഫെബ്രുവരി 5-ന് വാർഷിക, എല്ലാ വർഷവും കശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിക്കാറുണ്ട്. ഫെബ്രുവരി 5. 2026 ഫെബ്രുവരി 5-ന് കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിന് മുമ്പ് ഈ ഭീകരകേന്ദ്രം പണി തീർക്കും എന്നുള്ളതാണ് ലഷ്കറുടെ ലക്ഷ്യം. അതിനാണ് പിരിവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ പിരിവിന് ചെല്ലുമ്പോൾ അവർക്കും മനസ്സിലാവില്ല ഇത് ഈ ഭീകര കേന്ദ്രത്തിനുള്ളതാണ്, അല്ല ഭീകര പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നവരും ഉണ്ടാവില്ലേ? സന്തോഷത്തോടു കൂടി കൊടുക്കുന്നവരുണ്ടാവും. കാരണം മറ്റേ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ ശുഹദാക്കളായിട്ട് ഹോറിവാദം പോകാൻ വേണ്ടിയിട്ടല്ലേ ഈ സംഭാവന പിരിക്കുന്നത്. അധികകാലം ജീവിച്ചിരിക്കൊന്നുമില്ലല്ലോ. ഈ നേതാക്കളുടെ കുടുംബാംഗങ്ങളും സഹോദരന്മാരും മക്കളും ഇല്ലേ? ഇപ്പം മറ്റേ ദോഹയിലെ ആക്രമിച്ചപ്പോഴും അൽഹിയയുടെ മോൻ ഹമ്മാം മരിച്ചുപോയി. അപ്പോൾ അവർക്കതൊക്കെ ഒരു സന്തോഷമാണ്. കാരണം ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കുകയല്ലേ. അങ്ങനെ സന്തോഷത്തോടു കൂടി ടെലഗ്രാം വഴിയുള്ള പിരിവൊക്കെ ഗൾഫിൽ നിന്ന് നടക്കുന്നു എന്ന് നമ്മൾ വായിച്ചില്ലേ? നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ കൊടുക്കാനുണ്ടാവില്ലേ? ഇല്ലേ? നമ്മൾ ഈ ചർച്ചയിൽ ഈ ഭീകരതയൊക്കെ പറയുമ്പോഴും നമ്മൾ തെറി വിളിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പൊ അവരൊക്കെ സത്യത്തിൽ ഈ നമ്മൾ ഈ ചർച്ച ഇതൊക്കെ പറഞ്ഞ് നടത്തുന്നത് തന്നെ ചിലപ്പോൾ ലഷ്കർ-ഇ തൈബയ്ക്ക് സഹായം കൂടി അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. ശരിക്കും സാറേ, ഇപ്പോൾ ഈ 5 നദികളോ മറ്റോ ആണ് അവിടെ, 3 നദികൾ, മറ്റും ഉയർന്ന വെള്ളമൊക്കെ കൂടിയത്. അപ്പോൾ അത് ശരിക്കും അവിടുത്തെ ഗ്രാമത്തെ മുഴുവൻ തകർത്തെറിഞ്ഞു. ആ സമയത്ത് അവരെ പുനരധിവസിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഭീകരരുടെ ലക്ഷ്യം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതല്ലേ. പിന്നെ എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ ഒരു സമാധാനം ഉണ്ടാകുക? പാകിസ്ഥാൻ അതിനൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നിന്ന് മാറിയിട്ട് കുറെ കാലമായില്ലേ. കാരണം അത് ഒരു പല ഭീകരതയുടെയും ഒരു ഉപഗ്രഹ രാഷ്ട്രം അല്ലേ. ഭീകരത കൊണ്ട് മാത്രം. ഇപ്പം നമ്മൾ സിറിയയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. സിറിയ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അസദിൻ്റെ കാലത്ത്? അസദും അസദിൻ്റെ കുടുംബാംഗങ്ങളും ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഡ്രഗ്സ് വരുത്തി ഡ്രഗ്സിൻ്റെ വിപണനം കൊണ്ട് അല്ലേ, മയക്കുമരുന്ന് വിപണനം കൊണ്ട് ജീവിച്ചു പോരുകയായിരുന്നു ഒരു രാജ്യം. ഒരു രാജ്യം. കാരണം അവിടെ വേറെ രാജ്യത്തിൻ്റെ ആക്ടിവിറ്റി ഇല്ല. ഈ നേപ്പാള്, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഈ എന്താന്ന് വെച്ചാൽ ക്രമസമാധാനം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല ഇവിടെ. അപ്പൊ എന്തും ആകാം. കാരണം
കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നോക്ക്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ നശിച്ചു പോയില്ലേ? കാരണം അവർക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് മാത്രമേ ഒരു പ്രതിപക്ഷം ഉണ്ടാവുള്ളൂ. ഈ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടത് ബംഗ്ലാദേശ് പോലെ പ്രതിപക്ഷത്തിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിനെ അടിച്ചമർത്തി കഴിഞ്ഞാലേ പ്രതിപക്ഷം സത്യത്തിൽ ഒരു വിമർശിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ സമൂഹത്തിലെ ഈ വിമർശനങ്ങളൊക്കെ കുറെ സമൂഹം അബ്സോർബ് ചെയ്യും, പ്രതിപക്ഷം പറഞ്ഞിട്ട്. ഇത് അടിച്ചമർത്തി കഴിഞ്ഞാൽ പിന്നെ അരാജകവാദികളല്ലേ ഉണ്ടാവുന്നത്. അതെ, ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും നേപ്പാളിലും ഒക്കെ പറ്റിയത്. ഇന്ത്യയിൽ ഇത് സംഭവിക്കില്ല. എന്താന്ന് വെച്ചാൽ എപ്പോഴും ഈ പ്രതിപക്ഷം ഉണ്ടാവുമല്ലോ. പ്രതിപക്ഷം ചൈനയിൽ നിന്നോ ഒക്കെ സോറോസിന്റെ കയ്യിൽ നിന്നൊക്കെ കാശ് മേടിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളുമല്ലോ. അപ്പൊ സമൂഹത്തില് ഇപ്പൊ മോദിയോട് എതിർപ്പുള്ള ആളുകളും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് ഉള്ളിലുള്ള വെറുപ്പിന് ഇത് ഒരു സേഫ്റ്റി വാൽവ് വേണ്ടേ? ഇങ്ങനെ വെള്ളം തുറന്നു വിടാനായിട്ട് അതിനും പ്രതിപക്ഷം വേണം എല്ലായിടത്തും. ഇത് അടിച്ചമർത്തിയ സ്ഥലത്ത് ക്രമസമാധാനം ഉണ്ടാവില്ല, അരാജകം മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അഖിലേഷ് യാദവ്, പപ്പു ഒക്കെ പറയുന്നില്ലേ ഇന്ത്യയിൽ നേപ്പാൾ മാതൃക. ഇവിടെ ഒന്നും ഒരു ചുക്കും നടക്കില്ല. പാകിസ്ഥാനില് പട്ടാളം തന്നെയല്ലേ ഈ ഹാഫിസ് സയ്യിദിനെയും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതും വളർത്തുന്നതും. മുമ്പും അതെ ഇപ്പോഴും അതെ. അതുകൊണ്ട് പാകിസ്ഥാൻ കുറച്ച് കഴിയുമ്പോൾ സിറിയൊക്കെ പോലെ ഈ ഭൂപടത്തിൽ ഇല്ലാതെ ആയിത്തീരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ അത് അങ്ങനെ ആയിക്കോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.